അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. അല്ല വേണ്ടെന്നല്ല സാർ പറഞ്ഞത്. അതെന്താ? അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഞാൻ ഈ ഓഫീസിലെ മാനേജർ ആണെങ്കിൽ എനിക്കും ചില കാര്യങ്ങളിൽ തീരുമാനമൊക്കെ എടുക്കാൻ പറ്റും. സാർ അത് ഞങ്ങൾക്ക് അറിയാം, പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും വേണ്ടെന്നാണ് സാർ ഞങ്ങൾ പറഞ്ഞത്. അതെന്താന്ന്? കമ്പനി ചെലവിൽ ഒരു ട്രിപ്പ് പോവാന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതൊരു ചെറിയ കാര്യമല്ല സാർ. പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണ്. പക്ഷെ ഇപ്പോൾ ഒരു ട്രിപ്പ് പോകാനുള്ള മാനസികാവസ്ഥയിലല്ല സാർ. ട്രിപ്പ് പോകാൻ മാനസികാവസ്ഥയോ? എന്തിന്? ട്രിപ്പ് അങ്ങ് വെറുതെ പോയാൽ പോരെ? സാർ മനു ഇപ്പം പറഞ്ഞതിനെ എനിക്കും പറയാനുള്ളത്, ഞങ്ങൾക്ക് കുറച്ച് കമ്മിറ്റ്മെന്റുകൾ ചെയ്ത് തീർക്കാണ്ടിരുന്നു സാർ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോവാലോ, അല്ലടാ? അതെ അതെ. നിങ്ങളിങ്ങനെ ഏത് സമയം ജോലി ജോലി എന്ന് പറഞ്ഞ് നടന്നാലേ നിങ്ങളുടെ കാര്യമൊക്കെ പിന്നെ ആര് നോക്കും മക്കളെ? അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം സാർ. സാറൊന്നും പേടിക്കണ്ട, അല്ലടാ? അതെ സാർ. നിങ്ങളിങ്ങനെ വാശി പിടിച്ചാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏതായാലും എന്തെങ്കിലും മനംമാറ്റം വരികയാണെങ്കിൽ എന്നെ അറിയിക്കുക. അതിനൊരു മടിയും വിചാരിക്കണ്ട. അത് ഉറപ്പായിട്ട് അറിയിച്ചിരിക്കും സാർ, ഒരു മടിയും കൂടാതെ. ശരി എന്നാ, അപ്പൊ ജോലിയിൽ നടക്കട്ടെ. അല്ലെങ്കിൽ ഇനിയിപ്പം ഞാൻ ജോലി സമയത്ത് ഇവിടെ വിളിച്ചിരുത്തി സംസാരിച്ചെന്നായിരിക്കും നിങ്ങളുടെ അടുത്ത പരാതി. ഓക്കെ സാർ, എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ശരി ശരി. പിള്ളേരൊക്കെ എന്താ ഇങ്ങനെ ആയിപ്പോയേ? എടാ നമ്മുടെ അവസ്ഥ ഒന്ന് നോക്കണേ. ഒരാവശ്യത്തിന് ലീവ് ചോദിച്ചാൽ തരാത്ത കമ്പനിയാണ്. ഇപ്പോൾ സ്വന്തം ചിലവ് ട്രിപ്പ് കൊണ്ടുപോകുമ്പോൾ റെഡി. കൃഷ്ണ സാർ തന്ന ഓഫർ വേണമെന്ന് വയ്ക്കുമ്പോൾ എൻ്റെ നെഞ്ച് കിടന്ന് പെടക്കായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഈ സാഹചര്യം നമ്മൾ കമ്പനി ചിലവ് ഒരു ട്രിപ്പും കൂടി പോയി കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ട് കയറടിക്കും. ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ സംയമനം പാലിച്ചിരിക്കുന്നത്. ഏത് നേരത്താണോ ലെവലാതി ജോണ് നമ്മൾ ഓഫീസിലേക്ക് കെട്ടിയെടുക്കാൻ കണ്ടതാണ് ഞാൻ നോക്കുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ വിട്, ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇനി മുന്നോട്ട് എന്ത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. എടാ ഞാനൊരു കാര്യം പറയട്ടെ, അവൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ചാവാതെ ഈ കാര്യത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനം കണ്ടെത്തണം. നീ പറയണൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഷയമല്ലല്ലോ. എടാ ഒന്നെങ്കിൽ ഈ വിഷയത്തിലൊരു തീരുമാനം കണ്ടെത്തുക, ഇല്ലെങ്കിൽ ആ ജോണിനെ അവിടെ നിന്ന് പറവറപ്പിക്കണം. ഇല്ലെങ്കിലേ നമ്മൾ രണ്ടുപേരും പെടുകളിയാണ്. എന്തായാലും നീ വാ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. കൃഷ്ണ സാറിന്റെ ക്യാബിനായിരിക്കും. ഇല്ലല്ലോ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. എങ്ങനെയൊന്നുമില്ലല്ലോ എന്ന്. അല്ല, കൃഷ്ണ സാറിൻ്റെ അടുത്ത് പോയത് വേറെ ഒന്നും സംസാരിക്കാനല്ല. അതിനെന്തെങ്കിലും പറഞ്ഞെന്ന് ഞാൻ ചോദിച്ചോ? ഇല്ല, ചോദിച്ചില്ല. കമ്പനി ചെലവ് ട്രിപ്പൊക്കെ പോകാൻ പോവാണെന്ന് കേട്ടല്ലോ. ട്രിപ്പോ? എന്ത് ട്രിപ്പ്? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, അല്ലടാ? ആൾക്കാരെ പൊട്ടന്മാരാക്കാൻ നിങ്ങൾ മിടുക്കരാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ പൊട്ടനാക്കാൻ നോക്കണ്ട. കൃഷ്ണ സാർ നിങ്ങളെ ക്യാബിലോട്ട് വിളിക്കുന്നതിന് മുന്നേ തന്നെ ഈ കാര്യങ്ങളൊക്കെ എന്നുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, സാറ് ട്രിപ്പ് പോകാൻ ചോദിച്ചപ്പോൾ തന്നെ ഞങ്ങൾ താല്പര്യമില്ല എന്ന് പറഞ്ഞായിരുന്നു. അയ്യോ മോനെന്തിനാ അങ്ങനെ പറഞ്ഞേ? അല്ല ജോണെ, നമ്മളിവിടെ ഒരു കുടുംബം പോലെയല്ലേ കഴിയുന്നത്. ഞങ്ങൾ രണ്ടുപേരും മാത്രം പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ അതെ, നിങ്ങൾ രണ്ടുപേരും ട്രിപ്പിന് പോകണം, എന്നിട്ട് അടിച്ച് പൊളിക്കണം. കാരണം കമ്പനി ഇനി നിങ്ങൾ ഇതേപോലെ ട്രിപ്പിന് കൊണ്ടുപോയില്ലല്ലോ. അതെന്താണ് ജോൺ, എന്തോ ഒരു കുത്തിപ്പറയുന്ന പോലെ ഒരു ഫീലിംഗ്. കുത്തിപ്പറയാൻ തോന്നിയോ? ചെറുതായിട്ട് തോന്നി. അതല്ലേ? എന്നാലേ ആ തോന്നൽ അങ്ങനെ തന്നെ നിൽക്കട്ടെ, ഞാനായിട്ടത് മാറ്റാൻ നിൽക്കുന്നില്ല. രണ്ടുപേർക്കും എൻ്റെ ഒരു സമ്മാനം ഞാൻ തരുന്നുണ്ട്. സമ്മാനം? എന്ത് സമ്മാനം? അതെന്താന്ന് പറഞ്ഞൂടെ ജോണെ? ടെൻഷൻ അടിപ്പിക്കാതെ. ടെൻഷൻ അടിക്കണം, നിങ്ങൾ ടെൻഷൻ അടിച്ചോണ്ടേയിരിക്കണം. സമ്മാനം ഞാൻ നല്ല വൃത്തിയായി പൊതിഞ്ഞു കെട്ടി തരുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നെ. എന്തോന്നടേ? അവൻ്റെ കയ്യിൽ നമ്മൾ അടിക്കാനുള്ള എന്തോ ഒരു വടി കിട്ടിയിട്ടുണ്ട്. അത് ഉറപ്പല്ലേ? എന്നാലും എന്തായിരിക്കും അത്? അത് അടി കിട്ടുമ്പോൾ മനസ്സിലാവളിയാ. ആകെ മൊത്തം കഫറ്റീരിയ ചുറ്റി പറ്റിയാണല്ലോ നടപ്പ്. എന്ത് പറ്റി? ജോലി ചെയ്യാനോന്നുള്ളൊരു മൂഡില്ലേ? മൂടുണ്ടായിട്ട് കാര്യമില്ലല്ലോ, അത് നശിപ്പിക്കാൻ ഇവിടെ തന്നെ കുറേ ആൾക്കാരുണ്ടല്ലോ. മനസ്സിലായില്ല. ചില കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കണം നല്ലത്. അല്ലെങ്കിൽ ഈ ഓഫീസിൽ എല്ലാവരും മനസ്സിലാകാത്ത കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം പറയാൻ താല്പര്യമില്ലെങ്കിൽ പറയാൻ നിൽക്കരുത്.
അതല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന തരത്തിൽ വേണം അത് പറയാൻ, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിൽ കയറ്റി വെറുതെ വട്ടാകണ്ടെന്ന് കരുതി പറയുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ. മായ ഇരിക്കും, ഒരു കാര്യം ചോദിക്കാനായിരുന്നു. മായയ്ക്ക് നമ്മുടെ ഇവിടുത്തെ മനുവിനി രാകേഷിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അഭിപ്രായം എന്നൊക്കെ ചോദിച്ചാ അല്ല, മായ ഇവിടെ കേരളത്തിൽ കമ്പനി തുടങ്ങിയപ്പോൾ തൊട്ടേ ഉള്ള ആളാണല്ലോ. ഇല്ല, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടായിരുന്നു. അത് വിട്, അതല്ല, മൊത്തത്തിൽ അവരുടെ സ്വഭാവം എങ്ങനെയാണ്? അവൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മനു എപ്പോഴും വളരെ ഡീസൻ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യാറ്. പിന്നെ നമ്മുടെ രാകേഷിൻ്റെ ഉള്ളിൽ ഒരു കോഴി ഉള്ളതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വരും. നമുക്ക് കാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള കോഴികൾ ഡീൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതൊക്കെ അങ്ങ് മാനേജ് ചെയ്തു പോകും. പിന്നെ രണ്ടാമത് വന്നതിന് ശേഷം രാകേഷിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാലും രണ്ടുപേരുടെയും ജോലി എങ്ങനെയായിരുന്നു? ഈ ജോലിയുടെ കാര്യത്തിൽ രണ്ടുപേരും അങ്ങനെ വിട്ടുവീഴ്ചയൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? അങ്ങനെ ചോദിച്ചാ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താ? അത് നമ്മുടെ കൃഷ്ണ സാറൊക്കെ വരുന്നതിന് മുന്നേ. അപ്പം അതുകൊണ്ട് തന്നെ അതത്ര വലിയ സംഭവമൊന്നും ആയില്ല. ഇല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ജോലി തന്നെ തീർച്ചയായും. എന്താ സംഭവം? അത്